ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇന്ന് തന്നെ രഹസ്യമായിട്ട് കണിമംഗലത്തെത്തണം. ഷെൽഫിലെ സ്വർണം മുഴുവൻ എടുത്ത് ചാവി അവിടെ തിരിച്ചു വെക്കണം. അമ്മ പേടിക്കണ്ട, ആരും അറിയാതെ ഞാൻ അവിടെ എത്തിക്കോളാം. ഇതുകൂടി ആയാല് രാധികയെ കൊണ്ടുള്ള ശല്യം തീരും. എന്നിട്ട് വേണം എനിക്ക് അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോവാൻ. കാര്യങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. നമ്മൾ കാത്തിരുന്നൊന്നും വെറുതെ ആവില്ല. ശരി, എന്നാ നീ ഫോൺ വെച്ചോ. ഹലോ, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാടോ? പിതാവാടാണോ? അല്ലാതെ പിന്നെ ആരാ? ഫിദ മാഡം ഒന്നും അല്ല. വരുന്ന ആള് അർദ്ധരാത്രി വരും. അർദ്ധരാത്രിയോ? ആ നേരത്ത് വരുന്ന ഗസ്റ്റ് ആരാ? കള്ളനാണോ? ആ, കള്ളൻ തന്നെയാ. കണിമംഗലം കൊള്ളയടിക്കാൻ വരുന്ന കള്ളൻ. പിന്നെ കണിമംഗലം കൊള്ളയടിക്കാൻ വരുന്ന കള്ളൻ രാവിലെ തന്നെ നിന്നെ വിളിച്ച് വിവരം പറയല്ലേ? വിളിച്ചു മുത്തശ്ശി, എന്നെയല്ല, ചെറിയമ്മേ. എന്താണോ കാര്യം? അതെ, ചെറിയമ്മയും ഗൗതം കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതനുസരിച്ച് ഗൗതം ഇന്ന് രാത്രി ഇവിടെ വരും. കണിമംഗലത്തുള്ള ബാക്കി സ്വർണം കൂടി എടുക്കാൻ. എന്നിട്ട് അതുകൂടി എന്റെ തലയിൽ ഇടാമെന്നും ചെറിയമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആഹാ, എന്നാൽ അതൊന്നും അറിയണമല്ലോ. ഏയ് മുത്തശ്ശി, മുത്തശ്ശി നിക്ക്. ഇപ്പൊ ഇതിന്ന് ചെറിയമ്മയോട് ചോദിച്ചാല് ചെറിയമ്മ അത് നിഷേധിക്കും. എന്നിട്ട് ഏട്ടത്തി പറഞ്ഞതുപോലെ ഞാനിത് കൽപ്പിച്ചുണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യും. അത് കറക്റ്റാ. അല്ല, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചെറിയമ്മയും മകനെയും കൈയോടെ പിടിക്കണം. എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ മുൻപിൽ ഹാജരാക്കണം. കണിമംഗലത്ത് ഇത്രയും നാൾ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കും ബോധ്യമാകുകയും വേണം. കണിമംഗലത്ത് നിലവറയിൽ ഇരിക്കേണ്ട ആഭരണം എന്റെ അമ്മയുടെ കഴുത്തിൽ എങ്ങനെ വന്നുവെന്ന് അവര് തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നൈറ്റ് ഷിഫ്റ്റാ? മുത്തശ്ശി, ഇത് തന്നെയല്ലേ കറക്റ്റ് വഴി? വഴി കറക്റ്റാ, പക്ഷേ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാ? ഒരു പാളിച്ചയും വരില്ല. ഇത് ഭഗവാൻ എനിക്ക് കേൾപ്പിച്ചെന്നതാ. നിനക്കുള്ള സകല തെളിവുകളും വരുന്നുണ്ട്, വേണമെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാതിരുന്നാ നമ്മളാ മണ്ടന്മാരാവുക. എന്റെ മുത്തശ്ശി, സത്യത്തിൽ ഇതേ എനിക്കിപ്പൊ തന്നെ ത്രില്ല് തുടങ്ങി. പെട്ടെന്നൊന്ന് രാത്രിയാ മതിയായിരുന്നു അല്ലേ? അവര് രണ്ടുപേരെയും കൈയോടെ പിടിക്കുമ്പോ വേറൊരാള് കൂടി അവിടെ ഉണ്ടാവണം. അതാരാ മുത്തശ്ശി? ഉർവശിക്കുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം, പക്ഷേ ഗൗതമിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് അയാളാ.